നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ വാർത്ത ദേശീയ അന്വേഷണ ഏജൻസിയുടെ മുന്നറിയിപ്പാണ്. വിദേശത്ത് ഒളിവിൽ കഴിയുന്ന പല പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്കും ഇതൊരു മുന്നറിയിപ്പാണ്. വിദേശത്ത് ഒളിവിലായിരുന്ന മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൊയ്തീൻ കുട്ടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് രാവിലെ NIA പിടികൂടിയത്. PFI തീവ്രവാദ കേസിലെ 70ാമത്തെ പ്രതിയായിരുന്നു ഇയാൾ. പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന വിഭാഗത്തിന്റെ കോർഡിനേറ്റർ ആയിരുന്നു മൊയ്തീൻ കുട്ടി എന്നാണ് NIA പറയുന്നത്. മുൻപ് PFIക്കെതിരെ രാജ്യവ്യാപകമായ റെയ്ഡ് നടത്തുകയും ഇതിന് പിന്നാലെ PFIയെ നിരോധിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മൊയ്തീൻ കുട്ടി ഒളിച്ചു താമസിക്കാൻ വിദേശത്തേക്ക് കടന്നത്. ഇതോടെ മൊയ്തീൻ കുട്ടി NIA പിടികിട്ട പുള്ളിയായും പ്രഖ്യാപിച്ചു. ഇയാളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയാണ് പ്രതി വിദേശത്ത് നിന്നും ഇരുചെവി അറിയാതെ നാട്ടിലെത്തിയത്. തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയതിന് പിന്നാലെ NIA സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റിലായ മൊയ്തീൻ കുട്ടി നേരത്തെ കൈവെട്ട് കേസിലും പ്രതി ചേർക്കപ്പെട്ട ആളാണെന്നാണ് NIA നൽകുന്ന വിവരം. ഇയാളെ NIA സംഘം വിശദമായി ചോദ്യം ചെയ്യും. വിദേശത്ത് ഇതുപോലെ 16-ത്തിലധികം പേർ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ഒളിവിൽ കഴിയുന്നവരെയും അന്വേഷണ ഏജൻസികൾ തിരയുകയാണ്. നാട്ടിൽ വന്നാൽ എയർപോർട്ടിന് പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. അതിനു മുന്നേ ഇവർ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടിയിലാകും. പോപ്പുലർ ഫ്രണ്ടിന്റെ അച്ചാരം പറ്റി വിദേശത്ത് കഴിയുന്നവർക്ക് ഇത് NIA നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പ്. മൊയ്തീൻ കുട്ടിയുടെ അറസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച കാലം മുതൽ ഇതുപോലെ നിരവധി പേർ നാട്ടിൽ വരാൻ സാധിക്കാതെ വിദേശത്ത് ഒളിവിൽ കഴിയുകയാണ്. കഴിഞ്ഞ വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കായി NIA 7 ലക്ഷം രൂപ പാരിതോഷികമാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അന്വേഷണ ഏജൻസിയുടെ കണ്ണുവെട്ടിച്ച് വരാൻ നോക്കിയ മൊയ്തീൻ കുട്ടി കൃത്യമായും അന്വേഷണ ഏജൻസിയുടെ വലയിൽ വീഴുകയായിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും സായുധ കലാപങ്ങൾക്കും കേഡർമാരെ സജ്ജരാക്കുന്നതിൽ ഇയാൾക്ക് നിർണായക പങ്കുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് NIA ഇയാൾക്കായി വലവിരിച്ചത്. വിദേശത്ത് നിന്നും രഹസ്യമായി നാട്ടിലെത്താൻ ശ്രമിക്കുന്നതിനിടെ വിമാനത്താവളത്തിൽ വെച്ച് ഉദ്യോഗസ്ഥർ ഇയാളെ തടയുകയും തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ശാരീരിക പരിശീലന വിഭാഗത്തിലെ മുഖ്യ ചുമതലക്കാരനായിരുന്നു മൊയ്തീൻ കുട്ടി. സംഘടനയിലെ അംഗങ്ങൾക്ക് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലും കായികമായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഇയാൾ പരിശീലനം നൽകിയിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടന്ന രഹസ്യ സായുധ പരിശീലന ക്യാമ്പുകളുടെയും ഗൂഢാലോചനാ യോഗങ്ങളുടെയും പ്രധാന ഏകോപനം നിർവഹിച്ചിരുന്നത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് NIA സ്ഥിരീകരിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും വിരുദ്ധമായി പ്രവർത്തിച്ചതിനും യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിച്ചതിനും ഇയാൾക്കെതിരെ നിയമവിരുദ്ധ പ്രവർത്തന നിരോധ നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത മൊയ്തീൻ കുട്ടിയെ കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കി. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനായി NIA അപേക്ഷ നൽകിയിട്ടുണ്ട്. സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, വിദേശ ബന്ധങ്ങൾ, ഒളിവിൽ കഴിയുന്ന മറ്റു നേതാക്കൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. നിരോധനത്തിന് ശേഷവും സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ രഹസ്യമായി തുടരാൻ ശ്രമിക്കുന്ന ശക്തികൾക്കുള്ള കനത്ത തിരിച്ചടിയായാണ് ഈ അറസ്റ്റിനെ സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത്. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഏറ്റവും വലിയ ഭീഷണിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ പറഞ്ഞു. PFI നേതാക്കൾക്കെതിരായ കേസ് പരിഗണിക്കുന്ന ഡൽഹി പട്യാല ഹൌസ് കോടതിയിലാണ് NIA ഇക്കാര്യം അറിയിച്ചത്. മുസ്ലിം യുവാക്കളെ തീവ്രവൽക്കരിക്കാനും ഹിന്ദുക്കളോട് ശത്രുത വളർത്താനും PFI നേതൃത്വം ഗൂഢാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ട കേസാണ് കോടതി പരിഗണിക്കുന്നത്. ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കുമെന്ന് PFI ക്ലാസുകളിൽ പഠിപ്പിച്ചിരുന്നതായും NIA സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാഹുൽ ത്യാഗി കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഒരു സംരക്ഷിത സാക്ഷിയുടെ മൊഴിയാണ് NIA കോടതിയെ ബോധിപ്പിച്ചത്. ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ശ്രദ്ധ മുഴുവനും വടക്കേ ഇന്ത്യയിലാകും. ഈ സമയത്ത് PFI തെക്ക് ഭാഗത്തു നിന്ന് ആക്രമിക്കുകയും ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നും ക്ലാസുകളിൽ പഠിപ്പിച്ചിരുന്നു. ഇന്ത്യയിൽ ഇസ്ലാം മതം അപകടത്തിലാണെന്ന പ്രചാരണമാണ് PFI നടത്തിയത്. ഇതുവഴി ഹിന്ദുക്കൾക്കെതിരെ ശത്രുതയും വിദ്വേഷവും വളർത്തുകയായിരുന്നു എന്നും കോടതി വ്യക്തമാക്കി. ISIS-ൽ ചേരാനും ഇന്ത്യയിൽ ഖിലാഫത്തും ശരീഅത്ത് നിയമവും സ്ഥാപിക്കാനും PFI അംഗങ്ങളെ പ്രേരിപ്പിച്ചു. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഭിന്നതയുണ്ടാക്കാൻ പ്രഭാഷണങ്ങൾ നടത്തി. മുഗൾ ഭരണകാലത്ത് ഇന്ത്യ ഇസ്ലാമിക രാജ്യമായിരുന്നുവെന്നും പതനത്തിനു ശേഷം മുസ്ലിങ്ങളുടെ അവസ്ഥ മോശമായി എന്നുമുള്ള കുപ്രചാരണമാണ് PFI നടത്തിയിരുന്നത് എന്നും NIA വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.